ഇത് സോറി, ആ മീറ്റിംഗ് കുറച്ച് ലേറ്റായിപ്പോയി. ഞാൻ തന്നോട് 5 മണിയെന്നാണ് പറഞ്ഞത്. ഇപ്പോൾ സമയം 12 ആവാൻ പോകുന്നു. തനിക്ക് ബുദ്ധിമുട്ടായി എന്നറിയാം. താൻ ഒറ്റയ്ക്കാണോ വന്നത്? ഇന്ന ഫയൽ ഇനി അധികം സമയം നിൽക്കണ്ട. എന്നാ താൻ വിട്ടോ. അല്ല സാർ, സൺഡേ അല്ലേ, ഒരു ഫ്രണ്ടിൻ്റെ കൂടെ ഞങ്ങളൊന്ന് പുറത്തേക്ക് ഇറങ്ങിയതായിരുന്നു. അപ്പോഴാണ് സാറ് വിളിച്ചത്. നാളെ തന്നെ അർജൻറ്റായിട്ട് ഹാജരാക്കേണ്ടതാണ്, അതുകൊണ്ട് വന്നതാ. കുഴപ്പമൊന്നുമില്ല സാർ, മീറ്റിംഗ് ഒക്കെ നമുക്ക് അറിയാവുന്നതല്ലേ. അപ്പൊ ശരി എന്നാ. ഒരുമാതിരി ആളെ വിളിച്ച് പോസ്റ്റാക്കുന്ന പരിപാടി ഉണ്ടല്ലോ, ഒരറ്റം തന്നാലുണ്ടല്ലോ. എടാ എടാ നിനക്ക് നാണുണ്ടടാ. എടാ എടാ ഈ ആഴ്ച ഫുള്ള് നിനക്ക്, എടാ നിങ്ങൾ പോലീസുകാരൊക്കെ ഇങ്ങനെ തന്നെയാണോ? എടാ ഞാനൊന്ന് ലീവിന് വന്നതല്ലടാ, ഒരു ദിവസമെങ്കിലും നിനക്ക് എൻ്റെ കൂടെ ഒന്ന് നിന്നൂടെ? അതെങ്ങനെയാ സ്നേഹം വേണ്ടേ? അളിയനാണത്ര അളിയൻ, നാണമില്ലാത്ത തെണ്ടി. 5 മണി മുതൽ ഞാനിവിടെ ഇരിക്കുന്നതാ. എന്നാൽ ഞാൻ ചത്തോ ജീവിച്ചോ? എടാ നിൻ്റെ ഫോൺ അവിടെ, എടാ ഞാൻ എത്ര വിളിച്ചടാ നിന്നെ, തെണ്ടി. മിസ്റ്റർ പട്ടാളക്കാരൻ, എടാ ഇത് എന്തോ അത്യാവശ്യമായിട്ട് നാളെ ഹാജരാക്കേണ്ടോ? എന്നെ യാദവ് സാർ വിളിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങേര് എന്നോട് തന്നെ പോയി വാങ്ങാൻ പറഞ്ഞു. അപ്പൊ എന്തോ കാര്യമായിട്ടുള്ളതല്ലേ, അതാണ് ഞാൻ അത്രയും സമയം വെയിറ്റ് ചെയ്തല്ലാതെ നിനക്ക് തോന്നുന്നുണ്ടോ നിന്നെ അവിടെ ഒറ്റയ്ക്ക് ഇരുത്തി ഞാൻ അവിടെ കയറിയിരിക്കുന്നു? എടാ സമയം 12 ആവാറായല്ലേ, ഫോണ് സൈലന്റ് ആയിരുന്നടാ. അവള് വിളിച്ചിട്ടുണ്ട്. ഇന്നെന്റെ അടി എന്തൊരു ഉറപ്പാ. ഓഹോ, സാറിന് ഇപ്പോഴാണോ മനസ്സിലായത് 12 ആവാനായിന്ന്? വന്ന് വണ്ടി കയറാം. അവൻ നിന്ന് ഡയലോഗ് അടിക്കുവോ? അളിയ വിളിക്കുന്നുണ്ടടാ, ഞാൻ ഫോൺ എടുക്കട്ടെ. ഇന്നിപ്പോ എന്തേലൊക്കെ നടക്കും. എടുക്ക്, ഞാനിവിടെ കേൾക്കട്ടെ. എടുക്ക്. നിന്നെ എനിക്ക് പറയാൻ പറ്റാത്തത് അവള് പറയുന്നത് ഞാനൊന്ന് കേട്ടാസ്വദിക്കട്ടെ. നീ ഫോൺ എടുക്ക്. ഹലോ ചന്തു, ഉറങ്ങിയില്ലായിരുന്നോ? പോലീസേടോ, എടോ ഞാൻ തന്നെ എത്ര നേരാടോ വിളിക്കുന്നത്. എടോ എന്തിനാടോ എന്നെ ഇങ്ങനെ ടെൻഷൻ ആക്കുന്നത്? എനിക്ക് എന്റെ അവസ്ഥ അറിയാവുന്നതല്ലേ. നിനക്കേ പറ്റൂ സ്വന്തം ഭാര്യനെ ഈ ഒരു അവസ്ഥയിൽ ഇങ്ങനെ കയറി ടെൻഷനാക്കാൻ. ഇത്ര സമയമായിട്ട് ഒന്ന് വിളിച്ചു പറഞ്ഞൂടെ നേരം വൈകുന്നുണ്ടെങ്കിൽ? എവിടെ എന്താന്നൊന്നും അറിയാതെ ഞാനിവിടെ ഇങ്ങനെ എന്തിനാ ദേവ? എന്റെ പൊന്നു ഭാര്യയെ എടി വേണോന്ന് വെച്ചിട്ടല്ല, ഞാനൊന്ന് പെട്ടുപോയതാ. ഒരു ഫയൽ ഇന്ന് തന്നെ വാങ്ങണമെന്ന് പറഞ്ഞ് 5 മണിക്ക് കയറി ഇരിക്കുന്നതാ. നിനക്കറിയാലോ, എന്തേലും ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതറിയാതെ എനിക്ക് സമാധാനം ഉണ്ടാവില്ല. ബാക്കി എല്ലാ കാര്യം ഞാൻ മറന്നു പോകും. പക്ഷെ നിന്നെ മറന്നല്ല, ഞാൻ വിചാരിച്ചത് എന്താന്ന് വെച്ചാല്, ഇയാളൊന്നും പണയണ്ട, വീട്ടിലോട്ട് വാ, കാണിച്ചു തരാം. എനിക്ക് വിശന്നിട്ട് പാടില്ല, എനിക്കതിരി തിന്നാൻ വേണം. എന്റെ പൊന്നുമോളെ, 12 മണി എനിക്കിനി വന്നിട്ട് ഒന്നും ഉണ്ടാക്കാൻ മേല. പിന്നെ ഈ പാതിരാത്രി ഞാൻ ഏത് ഹോട്ടലിൽ കുത്തി തുറക്കാനാ? നീ മനസ്സിലാക്ക്. ഇന്ന് തൽക്കാലം മോള് ചാച്ചി ഇറങ്ങും. നാളെ രാവിലെ നമുക്ക് പലഹാരം ഉണ്ടാക്കാം. ഈ അവസ്ഥയിൽ അങ്ങനെ വിശന്ന് കിടന്നുറങ്ങാൻ പറ്റൂല. ഞാൻ കാത്തിരിക്കും. എന്തായാലും ഇത്രയും സമയം ലേറ്റ് ആയതല്ലേ, വന്നിട്ട് വല്ലതും ഉണ്ടാക്കി തന്നേച്ച് കിടന്നുറങ്ങിയാ മതി. നിനക്കത് തന്നെ വേണം. അയ്യോ എടാ, നീ ഒരു കാര്യം ചെയ്യ്. നീ അങ്ങ് വാ, വീട്ടിലേക്ക് വാ. അവളെന്തേലും ഉണ്ടാക്കി വെച്ചതാണ്. എന്തായാലും എനിക്കിനി ഒന്നും വേണ്ട. നീ അതും എടുത്തോണ്ട് പോ. ഈ അവസ്ഥയിൽ എന്തായാലും വിശന്ന് കിടക്കുന്നത് നല്ലതല്ലടാ. എന്തായാലും കൊള്ളാം. എന്നാ അതാ നല്ലത്. അല്ലെങ്കിൽ ഞാനിപ്പോ അവിടെ കയറി കഴിഞ്ഞ് എന്നെ അടുക്കളയിലിട്ട് പൂട്ടും അവള്. നീ വേഗം വണ്ടി എടുത്ത, എനിക്കാണെങ്കിൽ ഉറക്കം വന്നിട്ട് പോയിരിക്കാം. ആഹാ, എന്തൊരു നല്ല അന്തരീക്ഷം. ലൈറ്റ് പോലെ ഓണല്ല. കണ്ടടാ റിപ്പോർട്ടർ പാരിയുടെയും ഗുണം. അവൾക്ക് ഒരു പേടിയില്ല. ഞാൻ ഏത് പാതിരാത്രി കയറി വന്നാലും. നീയേ വണ്ടിയിലിരി. നീ അങ്ങോട്ട് കയറി അവിടെ നിന്ന് നേരം വൈകണ്ട. അവളെ ഒറ്റയ്ക്കല്ലേ. ഞാൻ ഫുഡ് എടുത്തുകൊണ്ട് ദേ വന്നു. നീല്ല കേട്ടാ. പൈസ ഇവനെന്തോ അളിയാ, നീ എവിടെ? ഇവിടെ അളിയാ, എടാ എടാ ഇത് പൈസ. എടാ നീ വന്നേ. എടാ ഞാൻ പറയട്ടെ, ഞാൻ പറയുക കേക്ക്. എന്നെ വിടടാ,
എടാ എന്താടാ ഇത്? എടാ എടാ എന്റെ പൈസ, എടാ ഇതെന്താടാ പറ്റിയേ? എടാ എടാ അലിയ, എനിക്ക് പറ്റില്ലടാ, അവളെടാ എന്ന് വിളിക്കടാ. എടാ എടാ നമുക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോ. എടാ എടാ എന്റെ കയ്യും കാലും ഇറക്കിണ അലിയ. എടാ എടാ അവളെന്ന് വിളിക്കടാ. എടാ നീ ഇവിടെ നിന്ന് മാറി, ഞാൻ പറയുന്നത് കേക്ക് തുടരുത്. എടാ എടാ ഞാൻ പറയുന്നത് കേക്ക്. ഇതെന്തോ എടാ എടാ ഞാനൊരു കോളിയുടെ, നീ ഒന്നും കൂടെ നിന്നെ, ഞാനൊന്ന് ആരെങ്കിലും വിളിക്കട്ടെ. എടാ വിളിച്ചിട്ട് കാര്യമില്ല, അവള് പോയി, അവള് പോയടാ. എടാ ഞാൻ പറയുന്നത് നീ കേക്ക്. നീ എത്ര വിളിച്ചാലും അവളിൽ എണീക്കാൻ പോണില്ല അളിയ. അവൾ പോയടാ, അവൾ പോയി. അവൾ പോവേ? അവൾ എങ്ങോട്ട് പോവാനാ? അവക്ക് അങ്ങനെ എന്നിട്ട് പോകാനൊന്നും പറ്റൂല. നീ എന്താ പറയുന്നത്? അവക്ക് അവക്ക് എന്നെ വിട്ട് പോകാൻ പറ്റൂല അലിയ. ഓ അവള് എല്ലാം വിട്ടിട്ട് എൻ്റെ കൂടെ വന്നതാടാ. എന്നെ മതി എന്ന് പറഞ്ഞ് എൻ്റെ കൂടെ വന്നതാടാ. അവൾ എന്നെ വിട്ട് പോവാനോ? അവക്ക് അവക്ക് എന്നെ വിട്ട് പോവാൻ പറ്റൂല അലിയ. എടാ എടാ നമുക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം. അവള് ജീവിക്കടാ. എടാ എടാ ഞാൻ പറയുന്നു ഒന്ന് കേക്ക് അളിയ. അളിയ ഞാൻ പറയുന്നു ഒന്ന് കേക്കടാ. അളിയ ഞാൻ പറയുന്നു ഒന്ന് കേക്ക്. ഇപ്പൊ എന്നെ തളർന്നിരിക്കല്ല വേണ്ടത്. എടാ എടാ നമുക്ക് കണ്ടുപിടിക്കേണ്ടടാ. എടാ ഇതാരാ ചെയ്തെന്ന്. അളിയ പോലീസ് ഒന്ന്, ഞാൻ പറയുന്നു ഒന്ന് കേക്ക്. നീ ഒന്ന് ഞാൻ പറയുന്നത് കേക്ക്. നീ അങ്ങോട്ട് പോവല്ലേ പ്ലീസ്. പ്ലീസ് ഇവിടെ ഒന്ന് ഇരിക്കും. സാർ ഇത് മിണ്ടി പോകരുത്. ജേക്കബ് രണ്ടിനെ പിടിച്ച് ജീപ്പ് കേട്ടോ. സാർ ഞങ്ങൾ എന്ത് ചെയ്തു? സാർ ഞങ്ങൾ ഇവിടെ ഇല്ലായിരുന്നു. സാർ യാദവ് സാർ വന്നിട്ട് ഫയൽ എടുക്കാൻ വേണ്ടി പോയതായിരുന്നു. അത് കഴിഞ്ഞ് വന്നപ്പോഴാ സാർ ഒന്ന് സാർ എന്താ ഈ പറയുന്നേ? സാർ ഇത് മറ്റേ ഭാര്യയാണ്. ഭാര്യയോ? കല്യാണം കഴിക്കാത്ത എങ്ങനെയാടാ ഭാര്യ ആവുന്നത്? രണ്ടൂടെ അതിനെ കൊന്നിട്ട് യാദവ് പറഞ്ഞിട്ട് ഫയലെടുക്കാൻ പോയി. യാദവ് ഇത്രയും സമയം എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ നീ എപ്പോഴാ അവൻ്റെ അടുത്ത് പോയിട്ട് ഫയലെടുത്ത് വന്നേ? ഏത് ഫയലാ നീ എടുത്തു വന്നേ? അതൊക്കെ പോട്ടെ, ഫയലെടുത്താൽ നീ നിന്റെ വീട്ടിലേക്കല്ലേ പോണ്ടത്? നീ എന്തിനാ ഇങ്ങോട്ട് വന്നേ? സാർ ഞാൻ എങ്ങനെയാ സാർ ഞാൻ ഫയൽ കാണിക്കാം. സാർ ഇത് കണ്ടോ, ഞങ്ങൾ അത് വാങ്ങി വരുന്ന വഴിയായിരുന്നു. അത് കഴിഞ്ഞ് കൂടി കേറിയപ്പോ ഞാൻ ഈ വണ്ടി എടുത്ത് പോകാൻ വേണ്ടി ഇവനോട് ആക്കി കൊടുത്തിട്ട് സാർ ഇതൊന്ന് നോക്ക്. സാറിന് മനസ്സിലാവും സാർ. എനിക്കൊന്നും പറയാൻ പറ്റുന്നില്ല. എന്റെ അവസ്ഥ അതാണ് സാർ. മനസ്സിലാക്കും. ഞങ്ങൾ എന്തിനാ സാർ പ്ലീസ്. ഈ വെള്ളക്കടലാസാണോ ഇത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നീ യാദവ് സാറിൻ്റെ അടുത്ത് പോയി വാങ്ങി വന്നത്? എന്തിനാണ് സാഗർ? ഇനി പിടിച്ചു നിൽക്കാൻ കഴിയില്ല. നിങ്ങൾ രണ്ടും കൂടി ചെയ്തു കൂട്ടിയതിന് ഇനി അനുഭവിച്ചേ പറ്റൂ. രണ്ടിനെ പിടിച്ച് ജീപ്പിലിടറോ? സാർ എനിക്കൊന്നും അറിയില്ല സാർ. സാർ ഞാൻ പറയുന്നൊന്നും മനസ്സിലാക്കണം സാർ. സാർ പ്ലീസ്. നീ ഇങ്ങനെ കരഞ്ഞിരുന്നിട്ട് ഒരു കാര്യമില്ല. ഇതിലെന്തോ കളിയുണ്ട്. അത് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ പുറത്തു വേണം. നിനക്ക് നമ്മളെ ഓരോ ഇല്ലാതാക്കിയെന്ന് അറിയണ്ടേ? നീ ഇങ്ങനെ തലയും താഴ്ത്തിയിരുന്നൊന്നും മിണ്ടാതെ നിന്ന ഒരു കോപ്പും കണ്ടുപിടിക്കാൻ പോണില്ല. ഞാൻ പറയുന്ന നീ ശ്രദ്ധിച്ച് കേക്ക്. ഇപ്പോ നിനക്ക് സങ്കടപ്പെടാനുള്ള ടൈമല്ല വിജു. ഞാനിവിടുന്ന് ചാടും. വണ്ടി ആ ജംഗ്ഷനിലെത്തില്ല. ഞാൻ പുറത്തേക്ക് ചാടും. ഇവരെന്നെ തെരഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് നീ പോയിക്കൊള്ളണം. അൻപിയുടെ വീട് അവിടെ വെച്ച് കാണാം. വീട്ടിൽ കൊടുക്കരുത്.
ഞാൻ പറയുന്നൊന്ന് കേക്ക്. ജോസഫ് അവൻ സഹായിക്കും. ഞാൻ പറയുന്നൊന്ന് കേക്ക് പ്ലീസ്. സാർ അവൻ ചാടി. സാർ നിർത്തിക്കേ. ചാടി താനൊക്കെ എന്തോ നോക്കിയിരിക്കാണോ? വണ്ടി തൊട്ട് ചാടുപോ. എടോ എവിടെ? എടോ ഇത് പാറയാണല്ലോ. താൻ വല്ലതും കാണുന്നുണ്ടോ? ഉള്ളിൽ ആ ടോർച്ചടിച്ച്. എടോ താനൊക്കെ എന്തോ നോക്കിയിരിക്കായിരുന്നോ? സാർ ഇവിടെ ഒന്നും കാണുന്നില്ല. കയ്യെ കടിച്ചിട്ട ചാടിയെ. പിന്നെ എന്തോ നോക്കിയിരിക്കാനാ? സാർ കാണുന്നില്ല. കാണുന്നില്ല. വന്നേ രണ്ടും കൂടി. അല്ല നിങ്ങൾ രണ്ടും എന്റെ പുറകെ വന്നില്ല. അവനോ? ഓ എടോ എടോ ഒരാളിവിടെ വേണ്ടടോ. തന്നെയൊക്കെ ആരാടോ പോലീസിലെടുത്ത്? ഒന്ന് പോയി നോക്കണോ? ഞാൻ നിങ്ങളോട് പറഞ്ഞു കരഞ്ഞിരിക്കല്ല വേണ്ടതെന്ന്. കണ്ടുപിടിക്കണ്ടട ആരാ അവളെ ഇല്ലാണ്ടാക്കിയത്. അതിന്റെ തുടക്കം അയാളുടെ അടുത്ത് നിന്ന് തന്നെയാ. ആ യാദവ്. ഞാൻ നിന്റെ കൂടെ ആയിരിക്കുന്ന അയാൾക്ക് നന്നായിട്ട് അറിയാം. അങ്ങനെ അറിഞ്ഞുകൊണ്ട് അയാൾ എന്നെ അങ്ങോട്ട് വിളിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ കഴിഞ്ഞ് അതൊരു വെള്ള കടലാസായിട്ടുണ്ടെങ്കിൽ അയാൾക്കറിയാം അവക്ക് എന്താ പറ്റിയതെന്ന്. അയാൾക്കേ അറിയൂ. കണ്ടുപിടിച്ചേ പറ്റൂ. അളിയ എനിക്കൊന്ന് കാണണട. അവസാനായിട്ട് എനിക്കൊന്ന് കാണണം. അവളെ കൊണ്ടുപോകുന്നതിൻ്റെ മുമ്പേ എനിക്ക് അവളോടൊന്ന് സോറി ചോദിക്കും. ഈ അവസ്ഥയിൽ നമ്മളങ്ങോട്ട് പോയി കഴിഞ്ഞ് എന്താ ഉണ്ടാവാൻ പോകുന്നതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. നമുക്ക് കടിവിടണം. അല്ലെങ്കിൽ അവിടെ പോകുന്നതിന്റെ മുമ്പ് നമുക്ക് തെളിയിക്കാൻ പറ്റണം. പറ്റൂ? നീ ഇങ്ങനെ തളർന്നിരുന്ന് കരഞ്ഞ അതിന് നടക്കുവോ? നാളെ ആ ഒരു സമയത്തിന് മുന്നേ നമുക്കത് തെളിയിക്കാൻ പറ്റുമോ? നീ വാ. എനിക്ക് അവൾ പോകുന്നതിന് മുമ്പേ അവളെ കാണണം. അതിൻ്റെ ഒരു വഴിയുള്ളൂന്നുണ്ടെങ്കിൽ നീ വാ. ചതിക്കായിരുന്നല്ലേടാ. നിന്നോട് ഞങ്ങൾ എന്താ ചെയ്തത്? അവൾ എന്താ ചെയ്തത്? അഭിനയിക്കണ്ട. നിനക്കെല്ലാം അറിയാമെന്ന് പറ. എനിക്കിനി ഒന്നും നോക്കാനില്ല. ഇനി നീ ഇത് പറഞ്ഞു തന്നില്ലെങ്കിൽ നിന്നെ കൊന്നിട്ട് ശരിക്കുള്ള കൊലക്കുറ്റത്തിന് ഞാൻ കയറി അകത്ത് കിടന്നോളാം. നീ പറയുന്നതാണ് നിനക്ക് നല്ലത്. ഞാൻ പറയുന്നത് കേക്ക്. ഞാൻ അറിഞ്ഞുകൊണ്ടല്ല, എനിക്കറിയില്ലായിരുന്നു. എന്നോട് നിങ്ങൾ രണ്ടാളെ ഒന്ന് മാറ്റി നിർത്തണം, അവളോടൊന്ന് തനിച്ച് സംസാരിക്കണം എന്ന് പറഞ്ഞു. എനിക്ക് വേറെ വഴിയൊന്നുമില്ലായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ചെയ്തത്. ഞാൻ അറിഞ്ഞിട്ടില്ല. ഞാൻ ഒരിക്കലും അറിഞ്ഞിട്ട് അതിന് കൂട്ട് നിൽക്കില്ല. സത്യമായിട്ടും ഞാൻ അറിഞ്ഞിട്ടില്ല സാർ. വിജു അടിക്കില്ലേ? വിജു അയാൾ മുഴുവനാക്കട്ടെ. വിജു നീ വന്നേ, ഞാൻ പറയുന്നത് കേക്ക്. അയാളുടെ ഫോണാണത്. അയാൾ പറയുന്നത് ഫുള്ള് റെക്കോർഡ് ചെയ്ത് വെക്കും.
ഞാൻ പറയുന്നൊന്ന് കേക്ക്. നമുക്ക് കാര്യമാണ് അറിയേണ്ടത്. അയാളെ കൊന്നിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ആരാണെന്ന് ചോദിക്കേ. ആരാ തന്നോട് പറഞ്ഞേ? അവളോട് സംസാരിക്കണം എന്ന് ആരാ തന്നോട് പറഞ്ഞത്? എന്താ കാര്യം പറ. അബ്ദുറഹ്മാൻ സാർ, അദ്ദേഹം പറഞ്ഞിട്ടാ ഞാൻ നിങ്ങൾ രണ്ടുപേരെയും അവിടെ നിന്ന് മാറ്റിയത്. കുറച്ച് സമയം ഒന്ന് സംസാരിക്കാം, എങ്ങനെയും ഒരു വഴി ഉണ്ടാക്കി തരാൻ പറഞ്ഞു. എനിക്കത് പ്രത്യേകിച്ച് തെറ്റായിട്ടൊന്നും തോന്നിയില്ല. ഒരു ഉപ്പയ്ക്ക് എങ്ങനെയാ സ്വന്തം മോളെ കൊല്ലാൻ കഴിയുന്നത്? നിങ്ങൾ തമ്മിലുള്ള പ്രശ്നമൊന്നും കുറേയൊന്നും എനിക്കറിയില്ല. പക്ഷെ സാറിൻ്റെ കൂടെ വന്നു കഴിഞ്ഞിട്ട് ശേഷം അവർ മോളുമായിട്ട് സംസാരിച്ചിട്ടില്ല എന്ന് എനിക്കറിയാം. ഞാൻ അത്രേ ഉദ്ദേശിച്ചിട്ടുള്ളൂ. ശരിയാവുകയാണെങ്കിൽ എല്ലാം അങ്ങോട്ട് ശരിയാവട്ടെ എന്ന് വിചാരിച്ചു. സാറായിരിക്കും തടസ്സം എന്ന് വിചാരിച്ചു അവർ തമ്മിൽ സംസാരിക്കുന്നതിന്. അതുകൊണ്ടാണ് ഞാൻ കൂടുതലൊന്നും എനിക്കൊന്നും അറിയത്തില്ലായിരുന്നു. പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും ഇതിന് കൂട്ടു നിൽക്കില്ല. അയാളെന്തിനാ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. വിജുവാ, നമ്മൾ ഇനി ഇവിടെ നിന്നാൽ ശരിയാവില്ല. വേഗം വരാം, ആരെങ്കിലും വരുന്നതിന് മുമ്പ്. വേഗം വാ. ഞാൻ പറയുന്നത് കേക്ക്. വേഗം നടക്കുന്നു. എനിക്കൊന്നും മനസ്സിലാവുന്നില്ലടാ. എങ്ങനെയാ അയാൾക്ക് അവളെ? അയാളുടെ മോളല്ലടാ. എന്നിട്ട് എന്തിനു വേണ്ടിയിട്ട്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ലടാ. അയാളതിനെപ്പോഴാ അവളെ ഒരു മോളായിട്ട് കണ്ടേ? എനിക്ക് നിന്നോട് ഒന്നേ പറയാനുള്ളൂ, അവളിനി തിരിച്ചു വരില്ല. അവള് പോയവരൊന്നും തിരിച്ചു വരില്ല. പക്ഷെ ജീവിച്ചിരിക്കുന്നവർക്ക് അവരുടെ മരണം വരെ ആ ഒരു കടമ്പ പൂർത്തിയാക്കിയേ പറ്റൂ. പക്ഷെ നീ ഇങ്ങനെ സങ്കടമായിട്ട് നിന്ന പോയ അവക്കും അത് സഹിക്കില്ല. നീ ഹാപ്പി ആയിട്ടിരിക്കണം. അത് കാണുമ്പോഴല്ലേ അവക്ക് സന്തോഷത്തോടെ നിൽക്കാൻ പറ്റുള്ളൂ. നീ ഇത് ജോസഫിന്റെ കൈ കൊണ്ട് കൊടുക്കണം ഇപ്പൊ തന്നെ. എന്നിട്ട് നാളെ അവളെ പോയി കാണും. അവര് നിന്നെ അവിടെ വെച്ച് പിടിക്കും. കോടതിയിൽ ഹാജരാകുമ്പോ ഇത് ജോസഫ് അവിടെ എത്തിച്ചോളൂ. അളിയ, സങ്കടപ്പെടരുത്. പോയതൊന്നും തിരിച്ചു വരൂല, ഒരിക്കലും വരൂല. എന്നും പക്ഷെ കൂടെ കാണും. നീ വരുന്നില്ലേ? നിനക്ക് കാണണ്ടേ അവളെ? ബന്ധം കൊണ്ടല്ലെങ്കിലും എൻ്റെ പെങ്ങളല്ലേ. ആള് പോകുമ്പോ നിനക്ക് കാണണ്ടേ? എൻ്റെ കൂടെ എനിക്ക് ഒറ്റയ്ക്ക് പറ്റില്ലടോ. എൻ്റെ കൂടെ വാ. ഞാൻ കൂടെ വന്നാൽ ശരിയാവില്ല. നീ ചെല്ല്, എനിക്ക് വേറൊരാളെ കാണാനുണ്ട്. ഞാൻ കോടതിയിലേക്ക് എത്തിക്കോളാം. നീയാണ് അവിടെ വേണ്ടത്. എനിക്ക് അവളെ അങ്ങനെ കാണണ്ട. നീ ഇതും കൊണ്ട് ജോസഫിന്റെ അടുത്തേക്ക് ചെല്ല്. എനിക്ക് വേറൊരു ചെറിയ പണിയുണ്ട്. പിടുത്തം കൊടുക്കരുത്, മനസ്സിലായല്ലോ? പറ്റുവാണെങ്കിൽ ഇന്ന് അവിടെ നിന്നോ. അവനോട് പറഞ്ഞാൽ മതി. അവൻ എന്നോട് കടപ്പാട് കൂടുതൽ. അവൻ സഹായിക്കും. ചെല്ലു. തൊട്ടു പോകരുത്. ഞാൻ വരാം. ഞാൻ എങ്ങോട്ടും ഇവിടെ ഓടിപ്പോകാനൊന്നും പോകുന്നില്ല.
എനിക്കൊന്ന് അവളെ കാണണം. അവൾ പോവുക. അതിനു മുമ്പ് എനിക്ക് അവളെ കാണണം. അതിനേതേലും ഒരുത്തൻ തടസ്സം നിന്ന വിഹാൻ ആരാന്നറിയും. ഇത് കഴിഞ്ഞ് ഞാൻ നിൻ്റെയൊക്കെ കൂടെ വരാം. എനിക്കവളെ കാണണം. കണ്ടേ പറ്റൂ. അവൻ പറയുന്നത് കേട്ട് നിൽക്കാതെ കയ്യും കാലും കേട്ട് ചീപ്പിലിടണം. ഞാൻ പറയുന്നത് കേക്ക്. ഞാനൊരു തെറ്റ് ചെയ്തിട്ടില്ല. ഞാൻ നിങ്ങൾ പറയുന്നത് എങ്ങോട്ടാണെങ്കിലും വരാം. ഞാനൊന്ന് കണ്ടോട്ടെ. ഞാനൊന്ന് അവസാനമായിട്ട് ഞാനൊന്ന് കണ്ടോട്ടെ. കാല് പിടിച്ച് പറയാണ്. ഞാനൊന്ന് കണ്ടോട്ടെ. കോടതിയുടെ മുന്നിൽ വിഹാൻ തെറ്റുകാരനല്ല എന്ന് തെളിയിക്കപ്പെട്ടിരിക്കുന്നു. ആയതിനാൽ തെറ്റുകാരനല്ലേ? തെറ്റുകാരനല്ലേ ഞാൻ തെറ്റുകാരനാണ്. സ്വന്തം പെണ്ണിന് അന്ത്യചുംബനം നൽകാതെ പറഞ്ഞുവിട്ട ഞാൻ തെറ്റുകാരനല്ലേ? നിങ്ങളുടെ മുന്നിൽ ഞാൻ തെറ്റുകാരനല്ലായിരിക്കും. പക്ഷെ അവളുടെ മുന്നിൽ ഞാൻ തെറ്റുകാരനാണ്. എന്തിനാണ് ഇവിടെ നിയമം? ഒരാളെ ഒരു കാരണവും കൂടാതെ അയാൾക്ക് പറയാനുള്ളത് വരെ ഒന്ന് കേൾക്കാതെ പിടിച്ചുകൊണ്ടു പോകുന്നതാണ്. ഞാൻ കാല് പിടിച്ച് പറഞ്ഞതല്ലേ, എത്രയോ പേരുടെ ജീവൻ രക്ഷിക്കുന്ന ഒരു പട്ടാളക്കാരനാണ് ഞാൻ. ഞാൻ എൻ്റെ പെണ്ണിന്, അവളെ ഞാൻ എങ്ങനെ? ഇപ്പൊ നിങ്ങൾക്ക് ഞാൻ തെറ്റുകാരനല്ല. എനിക്ക് നഷ്ടപ്പെട്ടത് അത് നിങ്ങൾക്ക് തിരിച്ചു തരാൻ പറ്റൂ? തെറ്റുകാരനല്ല പോലും. തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നിങ്ങൾ കുറ്റവാളിയല്ലാന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു. നിങ്ങൾക്കുണ്ടായ എല്ലാ നഷ്ടങ്ങൾക്കും കോടതി നിങ്ങളോട് മാപ്പ് ചോദിക്കുന്നു. ഫാത്തിമയുടെ കൊലപാതകത്തിനും ശ്രീദേവ് സാഗർ എന്ന പോലീസ് ഉദ്യോഗസ്ഥന്റെ അപകട മരണത്തിനും കാരണക്കാരനായ അബ്ദുൾ റഹ്മാനെ ശിക്ഷിക്കാൻ കോടതി ഉത്തരവിടുന്നു. മരിച്ചെന്നോ? ആര്? ശ്രീ, അവനൊന്നും പറ്റിയിട്ടൊന്നുമില്ല. അവൻ ഇന്നലെ രാത്രി വരെ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അവൻ ആരെ കാണാൻ പോയതാ. അവൻ വരും. അവനൊരു കുഴപ്പമില്ല. നിങ്ങൾക്ക് തെറ്റുപറ്റിപ്പോയതാ. സാർ ഒന്ന് വന്നേ. സാർ ഞാൻ പറയുന്നൊന്ന് കേക്ക്. സാർ ആരെ കണ്ടെന്നാ പറയുന്നേ? ഇന്നലെ രാത്രി വരെ ആര് കൂടെ ഉണ്ടായിരുന്നു എന്നാ പറയുന്നേ? നിങ്ങളൊക്കെ എന്താ പറയുന്നത്? ഞാനും അവനും കൂടിയാണ് ഇന്നലെ പോയി ഇത്രയും ഡീറ്റെയിൽസ് എടുത്ത്. അത് കഴിഞ്ഞ് അവനാണ് പറഞ്ഞത് ഈ ഫോൺ അവൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്ത് ഏൽപ്പിക്കുക. ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് എന്നോട് രാവിലെ കോടതിയിലേക്ക് എത്തിക്കോളാനാണ് പറഞ്ഞത്. അവൻ എന്ത് പറ്റിയെന്നാ പറയുന്നത്? നിങ്ങളുടെ പോലീസിനെ കൊണ്ട് ഒന്നും കഴിയില്ല. സാറിന്റെ തോന്നൽ മാത്രമാണ് ഞങ്ങൾ പോലീസുകാർക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്നുള്ളത്. ഇന്നലെ നിങ്ങൾ രണ്ടുപേരും രക്ഷപ്പെട്ട് കഴിഞ്ഞതിന് ശേഷം ആ സ്ഥലം മൊത്തം ഞങ്ങൾ പരിശോധിച്ചു. രാത്രിയാണ് സാറിന്റെ ബോഡി കിട്ടിയത്. സാർ എന്തൊക്കെയാ പറയുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. സാർ കുറച്ചേരം ഒന്ന് റെസ്റ്റ് എടുത്താൽ നന്നായിരിക്കും എന്ന് തോന്നുന്നു. സാറിന്റെ കൂടെ ആരും വന്നിട്ടില്ലേ?
സാർ, ചന്ദ്ര മേഡത്തിന് പെട്ടെന്ന് പെയിൻ വന്നിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ സിറ്റി ഹോസ്പിറ്റലിലാണുള്ളത്. സാർ എത്രയും പെട്ടെന്ന് വരാൻ പറ്റുവാണെങ്കിൽ. ചന്ദ്രനയുടെ കൂടെ വന്നിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ? ആ, ഹസ്ബൻഡാണോ? അല്ല, ഏട്ടനാ. അവൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ, ഓക്കെ അല്ലേ? കുഴപ്പമൊന്നുമില്ല. അമ്മയും കുട്ടികളും സുഖമായിട്ടിരിക്കുന്നു. ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടിയുമാണ്. ചിലപ്പോൾ അതങ്ങനെയാണ്. വിധി നമ്മളിൽ നിന്ന് നമുക്ക് വേണ്ടപ്പെട്ടത് പലതും തട്ടിയെടുക്കും. പക്ഷെ എന്നെങ്കിലും ഒരു ദിവസം അതിലേറെ മൂല്യമുള്ളത് പലതും നമ്മളിലേക്ക് കൊണ്ടുതരും. അതിനുവേണ്ടി നമ്മൾ കാത്തിരിക്കണം. പകുതിക്ക് വെച്ച് പോവാതെ പോയവരുടെ സന്തോഷത്തിന് വേണ്ടി നമ്മൾ മുന്നോട്ട് പോകണം. തളർത്താൻ പലരും നോക്കും, പല വഴിയിൽ. പക്ഷെ തോറ്റുപോവാതെ ഇങ്ങനെ പിടിച്ചു നിന്നേക്കണം. ഇല്ല, അത്ര പെട്ടെന്നൊന്നും തോറ്റുപോവില്ല. അങ്ങനെ തോറ്റുപോയാൽ അത് പിന്നെ ഞാനാവില്ലല്ലോ, അല്ലേ?